ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ കലാപം ഏതാണ്? എ. അഞ്ചുതെങ്ങ് കലാപം, ബി. ആറ്റിങ്ങൽ കലാപം, സി. കുറിച്യൽ ലഹള. ആൻസർ എ. അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? എ. മലബാർ കലാപം, ബി. ആറ്റിങ്ങൽ കലാപം, സി. കുറിച്യൽ ലഹള. ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? എ. 1721, ബി. 1741, സി. 1812. ആൻസർ ഓപ്ഷൻ എ ആണ് 1721. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആദിവാസി കലാപം ഏതാണ്? എ. പുലയ ലഹള, ബി. ചാന്നാർ ലഹള, സി. കുറിച്യൽ ലഹള. ആൻസർ ഓപ്ഷൻ സി ആണ് കുറിച്യൽ ലഹള. കുണ്ട്ര വിളംബര പ്രഖ്യാപന സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? എ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ബി. കാർത്തിക തിരുനാൾ ധർമ്മരാജ, സി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ആൻസർ ഓപ്ഷൻ സി ആണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. പഴശ്ശിയെ വധിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഓഫീസർ ആരാണ്? എ. തോമസ് ഹാർവേ ബാബർ, സി. ആർതർ വെല്ലസി, സി. മേജർ ഹിച്ച്കോക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് ആർതർ വെല്ലസി. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ. പുൽപ്പള്ളി, ബി. പുരളിമല, സി. പനമരം. ആൻസർ ഓപ്ഷൻ സി പനമരം. കേരളസിംഹം എന്ന പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? എ. ഡോക്ടർ എം കെ സാനു, ബി. കണ്ണവത്ത് ശങ്കരൻ തമ്പി, സി. സർദാർ കെ എം പണിക്കർ. ആൻസർ ഓപ്ഷൻ സി ആണ് സർദാർ കെ എം പണിക്കർ. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കേരളത്തിലെ കലാപം ഏതാണ്? എ. മലബാർ ലഹള, ബി. കുറിച്യൽ ലഹള, സി. ചാന്നാർ ലഹള. ആൻസർ ഓപ്ഷൻ എ ആണ് മലബാർ ലഹള. മലബാർ ലഹളയ്ക്ക് ശേഷം താൽക്കാലികമായ ഗവൺമെന്റിന്റെ ഭരണാധികാരിയായത് ആരാണ്? എ. സിദിക്കോയ തങ്ങൾ, ബി. അലി മുസ്ലിയാർ, സി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് അലി മുസ്ലിയാർ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ. പോത്തന്നൂർ, ബി. ബേപ്പൂർ, സി. തിരൂർ. ആൻസർ ഓപ്ഷൻ സി ആണ് സി. തിരൂർ. മലബാർ ലഹള സമയത്ത് വധിക്കപ്പെട്ട മലബാറിലെ കളക്ടർ ആരായിരുന്നു? എ. എച്ച് വി കനോലി, ബി. മേജർ ഹിച്ച്കോക്ക്, സി. തോമസ് ഹാർവേ ബാബർ. ആൻസർ ഓപ്ഷൻ എ ആണ് എച്ച് വി കനോലി. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? എ. ലോഗൻ കമ്മീഷൻ, ബി. ലീ കമ്മീഷൻ, സി. നേപ്പ് കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിളിച്ചത് ആരാണ്? എ. ഗാന്ധി, ബി. സുമിത് സർക്കാർ, സി. അലി മുസ്ലിയാർ. ആൻസർ ഓപ്ഷൻ ബി ആണ് സുമിത് സർക്കാർ. മലബാർ ലഹള ആസ്പദമാക്കി കുമാരനാശാൻ തയ്യാറാക്കിയ കൃതി ഏതാണ്? എ. സുന്ദരികളും സുന്ദരന്മാരും, ബി. ദുരവസ്ഥ, സി. നളിനി. ആൻസർ ഓപ്ഷൻ ബി ആണ് ദുരവസ്ഥ. വൈക്കം സത്യാഗ്രഹക്കാരെ അനുകൂലിച്ചുകൊണ്ട് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിച്ചത് ആരാണ്? എ. ഇ. വി. രാമസ്വാമി നായ്ക്കർ, ബി. എം. ഇ. നായിഡു, സി. മന്നത്ത് പത്മനാഭൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് എം. ഇ. നായിഡു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണ്? എ. എം. ഇ. നായിഡു, ബി. സി. എഫ്. ആൻഡ്രൂസ്, സി. വിനോബ ഭാവെ. ആൻസർ ഓപ്ഷൻ സി ആണ് വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? എ. ശ്രീമൂലം തിരുനാൾ, ബി. റാണി സേതു ലക്ഷ്മിബായി, സി. ശ്രീ ചിത്തിര തിരുനാൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് റാണി സേതു ലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായ INCയുടെ കമ്മിറ്റി കൂടിയ സ്ഥലം ഏതാണ്? എ. കാക്കിനട, ബി. നാഗ്പൂർ, സി. അമരാവതി. ആൻസർ ഓപ്ഷൻ എ ആണ് കാക്കിനട.
കിഴക്കേനട ഒഴികെ വൈക്കം ക്ഷേത്രവഴികൾ തുറന്നുകൊടുത്ത വർഷം ഏതാണ്? എ 1925, ബി 1928, സി 1936. ആൻസർ ഓപ്ഷൻ എ ആണ് 1925. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എ കെ കേളപ്പൻ, ബി മന്നത്ത് പത്മനാഭൻ, സി ടി കെ മാധവൻ. ആൻസർ ഓപ്ഷൻ സി ആണ് ടി കെ മാധവൻ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് നിരാഹാരം അനുഷ്ഠിച്ചത് ആരാണ്? എ കെ കേളപ്പൻ, ബി മന്നത്ത് പത്മനാഭൻ, സി ടി കെ മാധവൻ. ആൻസർ ഓപ്ഷൻ എ ആണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം മൂലം ജനഹിത പരിശോധന നടത്തിയ സ്ഥലം ഏതാണ്? എ വടകര, ബി ഗുരുവായൂർ, സി പൊന്നാനി. ആൻസർ ഓപ്ഷൻ സി ആണ് പൊന്നാനി. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ഏതാണ്? എ 1931 ഒക്ടോബർ 2, ബി 1931 നവംബർ 1, സി 1932 നവംബർ 1. ആൻസർ ഓപ്ഷൻ ബി ആണ് 1931 നവംബർ 1. മലബാറിൻ്റെ ഭരണം ബ്രിട്ടീഷ് അധീനതയിൽ ആക്കാൻ കാരണമായ സന്ധി ഏതാണ്? എ ശ്രീരംഗപട്ടണം സന്ധി, ബി മാവേലിക്കര സന്ധി, സി വേണാട് സന്ധി. ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീരംഗപട്ടണം സന്ധി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ കാര്യദർശി ആരായിരുന്നു? എ മന്നത്ത് പത്മനാഭൻ, ബി എ കെ ഗോപാലൻ, സി കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ സി ആണ് കെ കേളപ്പൻ.